ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാ യൂസേഴ്സും ഒരു 2-3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ബാറ്ററി റീപ്ലേസ്മെൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ ബാറ്ററി സർവീസ് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്ന വിഷയം. ബാറ്ററി സർവീസ് സാധാരണ വരുന്നത് ബാറ്ററി ഹെൽത്ത് 80% താഴെ വരുമ്പോഴാണ് ബാറ്ററി സർവീസ് സാധാരണ ഉണ്ടാകാറ്. ബാറ്ററി സർവീസ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി ബാക്കപ്പ് പ്രോപ്പറായിട്ട് കിട്ടാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറത്ത് ബാറ്ററി പെർസെൻറ്റേജ് താന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 10%, 20% ഒക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രോപ്പായിട്ട് ഫോൺ ഓഫായി പോവുക. അങ്ങനെയൊക്കെയാണ് ബാറ്ററി സർവീസ് ആയി കഴിഞ്ഞാൽ സാധാരണ ഫോൺ കാണിക്കുന്ന കംപ്ലയിൻസ്. ബാറ്ററി സർവീസായിട്ട് നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ബാറ്ററി ബഡ്ജായി വീർത്തു വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഐഫോണിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഒരു 80% താഴെ വരികയും അവിടെ സർവീസ് എന്ന് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്, കമ്പനിയിൽ പോയി ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയിട്ട് ബാറ്ററി മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഫസ്റ്റ് പ്രയോറിറ്റി അത് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ചിലർക്ക് ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അത് അവിടുന്ന് മാറ്റിയെടുക്കാനുള്ള സമയമില്ല. ചിലർക്ക് അവിടുത്തെ റേറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതൽ കേസിലും അവിടെ ഉണ്ടാകുന്ന ഡിലേയും അവരുടെ പ്രൊസീജിയറും ഒക്കെയാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിന് ഏതെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടിയിൽ കൊടുത്തിട്ട് സർവീസസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫോൺ അവിടെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിസ്പ്ലേ മാറുക, അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ഡാമേജ് ആയിട്ട് ഫിസിക്കൽ ഡാമേജ് ഒക്കെ ആയിട്ട് റിപ്പയർ ചെയ്യുക, മദർ ബോർഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് നേരത്തെ തേർഡ് പാർട്ടിയിൽ റിപ്പയർ ചെയ്തിട്ടുള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ അവരത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഫോണുകൾക്കൊക്കെ നമുക്ക് തേർഡ് പാർട്ടിയിൽ പോയിട്ട് ബാറ്ററി മാറേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു സംശയമാണ്, പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കേസാണ്, ഒറിജിനൽ ബാറ്ററിക്ക് എന്താ വിലയെന്നുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആപ്പിള് ബാറ്ററി ഒന്നും ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നില്ല. ചൈനക്കാർ ആപ്പിളിൻ്റെ ബാറ്ററിയുടെ അതേ ക്ലോൺ അടിച്ചിട്ട് അതേ രൂപത്തിൽ അതേ പ്രിൻ്റൊക്കെ വെച്ചിട്ട് ഒറിജിനൽ ബാറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് വേൾഡ് വൈഡ് അവർ സെല്ല് ചെയ്യുന്നുണ്ട്. പലരും അത് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒറിജിനൽ ബാറ്ററി പോലെയൊന്നും ആ ബാറ്ററി പെർഫോം ചെയ്യില്ല. ആ ബാറ്ററിക്ക് വളരെ ലൈഫ് കുറവായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ആപ്പിളിൻ്റെ പോളിസി പ്രകാരം പാർട്സുകൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സോഫ്റ്റ്വെയറുകളൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുള്ള പുതിയ വേർഷൻ സോഫ്റ്റ്വെയറുകളൊക്കെ റൺ ചെയ്യുന്ന ഫോണുകളിൽ നമ്മൾ പാർട്സ് റീപ്ലേസ് ചെയ്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഏതൊരു പാർട്സ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും, ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും, അങ്ങനെ ഒട്ടുമിക്ക പാർട്സുകളും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഈ പാർട്സ് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ അതിനകത്ത് വരും. അതേപോലെ തന്നെ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇതിപ്പോൾ ഒരു ഐഫോൺ 30 ഫോണാണ് ഞാൻ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3227 mAh ആണ്. നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3500 mAh ആണ്. ഇങ്ങനെ തേർഡ് പാർട്ടി കമ്പനികളുടെ ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സെറ്റിങ്സിൽ അൺനോൺ പാർട്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. iOS 18 വന്നതിന് ശേഷം ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഹെൽത്തും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് ബാറ്ററി മാറാനായിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ അൺനോൺ പാർട്ട് മെസ്സേജ് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്, അല്ലെങ്കിൽ ബാറ്ററി മാറുന്ന സമയത്ത് അൺനോൺ പാർട്ട് മെസ്സേജ് വരുമോ എന്നുള്ള കാര്യം ചിലർ എടുത്തു ചോദിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്കത് അൺനോൺ പാർട്ട് മെസ്സേജ് മാറ്റി 100% ഒറിജിനൽ ബാറ്ററി എന്നുള്ള രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അതിപ്പോൾ ഏത് ബാറ്ററി മാറുന്ന സമയത്തും അതിനകത്തൊരു അഡീഷണൽ പ്രോഗ്രാമിംഗ് ആൻഡ് റീവർക്ക് വരുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. സെറ്റിങ്സിൽ നിന്ന് ഈ എറർ മെസ്സേജ് മാറ്റാമെന്നുള്ള ഒരു പ്രയോജനമല്ലാതെ ഇതിൻ്റെ ഫംഗ്ഷൻ ബേസ്ഡ് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാവില്ല. കാരണം iOS 18 അത് തേർഡ് പാർട്ടി ബാറ്ററി ആ സോഫ്റ്റ്വെയർ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ ഹെൽത്ത് പ്രോപ്പറായിട്ട് ഷോ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനിയുടെ R&D ടീം അവരുടെ കമ്പനിയിൽ നിന്ന് കാലിബ്രേറ്റ് ചെയ്ത് വിടുന്ന ബാറ്ററിക്കകത്ത് ഒരു മോഡിഫിക്കേഷൻസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വ്യക്തിപരമായിട്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ചില കസ്റ്റമേഴ്സ് ആവശ്യപ്പെടും, അവർക്ക് അൺനോൺ പാർട്ട് മെസ്സേജ് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ അവരുടെ താല്പര്യാർത്ഥം നമ്മളത് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഇതുവരെ വിളിച്ചിട്ട് ഒറിജിനൽ ബാറ്ററിയുടെ കാര്യവും ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ബാറ്ററി മാറണമെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ പോയി മാറുക. തേർഡ് പാർട്ടിയിൽ മാറുകയാണെങ്കിൽ ഇതേപോലെ ഒറിജിനൽ ബാറ്ററിയുടെ ക്ലോൺ വാങ്ങിച്ചിടാതെ വാറണ്ടിയുള്ള നല്ല കപ്പാസിറ്റിയുള്ള അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്ന ബാറ്ററികൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 1 വർഷത്തെ വാറണ്ടിയും അതിന് കിട്ടും.
അപ്പം നമ്മൾ അങ്ങനെയുള്ള ബാറ്ററി വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഈ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഞങ്ങൾ 1 വർഷത്തിലധികമായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അത് നല്ലതെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.